പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് മാർച്ച് 25 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തെ ആശ്രദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളവ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപതിരെ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നിൻ്റെ
നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെയും സംരക്ഷിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു ജീവിതത്തിൽ കുറവുണ്ട് എന്നാൽ അത് ദൈവത്തിന് പ്രവർത്തിക്കാനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള ഒരു വാതിലായിട്ട് നമ്മൾ കരുതണം. അല്ലെങ്കിൽ അതിനോർത്ത് നിരാശപ്പെടരുത്. കാര്യം ബൈബിളിൻ്റെ മുഴുവൻ സ്ട്രക്ചറിൽ ഞാൻ എപ്പോഴും അതിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകുന്ന പൊതു നിലപാടുകൾ നോക്കും. രക്ഷാകരമായ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി ദൈവം കൈക്കൊള്ളുന്ന ഒരു പൊതു നയമുണ്ട്. അതിൻ്റെ അകത്ത് ആ നയത്തിൽ വരണതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഇല്ലേ? ആ വചനം ആൾക്കാരുടെ ഇടയിൽ ഈ കാലത്ത് ഉടമ്പടി എടുത്തിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അവർ സാക്ഷ്യം പറയുമ്പോൾ ഈ വചനം കോട്ട് ചെയ്യും. കാര്യം എന്താണ്? മെറിറ്റ്സിൽ അവരവലംബിച്ചിരുന്നെങ്കിൽ അവരൊന്ന് ഓരോരുത്ത് എത്തത്തില്ലായിരുന്നു. അതാണ് എനിക്ക് ഇത്രയും പവർഫുള്ളാണ് വചനമെന്ന് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി പുസ്തകം എഴുതി കൊടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഈശോ തന്ന വചനം ഇതാണ്: നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഒരു വിഷയത്തിൽ യോഗ്യത ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പിന്നാക്കം പോവുകയോ അതിന് ശ്രമിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ സാമ്പത്തികമായ കടങ്ങളാകാം, നമുക്കത് പരിഹരിക്കാനുള്ള മാർഗമില്ലാത്ത അവസ്ഥയാകാം, നമ്മളാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാകാം. അപ്പം സഹായിക്കാനില്ലാത്ത ഉണ്ടെന്ന് ഉള്ളത് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ബൈബിള് നമുക്ക് വേണ്ടി വെളിപാട് കൊണ്ടിരിക്കുന്നത്. എന്താണ് ബൈബിൾ പറയണത്? നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിലെന്ന്. സങ്കീർത്തനം 121:1-2 വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അപ്പം സഹായം എന്നുള്ള വിഷയം ഉടമ്പടി എപ്പോഴും നോക്കണത് ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള സഹായത്തെയാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. ആ സഹായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വർക്കൗട്ട് ചെയ്യേണ്ടത് നോട്ട് ബൈ മെറിറ്റിലാണ്. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാന വചനം ഉണ്ടല്ലോ, അതായത് Ephesians 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പം ഇത് നേടിയെടുക്കണത് കൊണ്ട് അതാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച് റാങ്ക് വാങ്ങിക്കത്തില്ല, അത് മെറിറ്റ്സാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോളെൻ്റെ അടുത്ത് വന്നതിൻ്റെ വെച്ചാൽ ഞാൻ സെക്കൻഡ് റാങ്കാണ്. സെക്കൻഡ് റാങ്ക് എൻ്റെ ഫസ്റ്റ് റാങ്കാൻ പറ്റുകയാണ്, ഞാൻ വിഷയം മറന്നുപോയി. പക്ഷേ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. PSC ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കുകാരത്തിയാണ്, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അതല്ല പ്രശ്നം, ഇപ്പം ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നുവെന്ന്. അപ്പോൾ ഈ ലിസ്റ്റ് ഈ ഇലക്ഷനിൽ പുതിയ ഇലക്ഷൻ എടുത്ത് മന്ത്രിസഭ വരുന്ന മുമ്പ് തന്നെ അതിനെ കാലഹരണപ്പെട്ടു പോകും. അപ്പോൾ മെറിറ്റ്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു മെറിറ്റ്സിലാണ്. ഇപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് മെറിറ്റ്സ് അല്ലേ? അപ്പം മെറിറ്റ് ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ യോഗ്യതകൾ കാലഹരണപ്പെടാം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഗ്രേസിൽ അവലംബിക്കേണ്ട കാര്യം ഇതാണ്. അതിന് കാലഹരണപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എപ്പോഴായാലും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ഉടമ്പടി സാക്ഷികൾ ആ ടൈപ്പാണ്. വെച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല, കിട്ടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ കർത്താവ് അവളെ അക്കോമഡേറ്റ് ചെയ്യും ആ ഒരു ജോലിക്ക് വേണ്ടി. പക്ഷെ അവരെല്ലാം ചെയ്യണൊരു കാര്യം, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും കാർക്കശ്യമായി പെരുമാറണമെന്നറിയാവോ? എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കൊച്ചു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിചാരിക്കും, അത് കുറച്ച് നമ്മൾ പരിശ്രമിക്കേണ്ടി വരും, അപ്പോൾ ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ മെറിറ്റിൽ ഉള്ള കാര്യങ്ങളാണത്. അപ്പം അങ്ങനെ വരുമ്പോൾ മിക്കവാറും അത് പരിശ്രമിച്ചാലും കിട്ടാതെ വരും. എന്താ കാര്യം? അവിടെ നിന്നൊരു ദൈവത്തിൻ്റെ ഒരു സ്പേസ് അവിടെ ഇല്ല. ദൈവത്തിൻ്റെ സ്പേസ് ഇപ്പം നമ്മൾ
ഓരോരുത്തരെയൊക്കെ ഈ യുദ്ധത്തിൽ ഓരോരുത്തർ മരിക്കുമ്പോൾ എലിമിനേറ്റർ എന്ന് എഴുതി കാണിക്കത്തില്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്പേസ് പലപ്പോഴും നമ്മൾ തന്നെ എലിമിനേറ്റ് ആയി കളയും, വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഉടമ്പടിയിൽ താമസം വരണത്. നിങ്ങളൊരു വിഷയം ഒരു വിശ്വാസത്തിൽ ഞാൻ പലപ്പോഴും ചെയ്യണത്, ഉടമ്പടിയിൽ എപ്പോഴും എല്ലാവർക്കും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. സത്യസന്ധമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ആ വിശ്വാസം സത്യസന്ധമായിരിക്കണം. സത്യസന്ധമായ ആൾക്കാർക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരിങ്ങനെ ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, അവരിങ്ങനെ ദൈവത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അവർ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് അവർ തന്നെ വീണ്ടും അവതാളത്തിലാക്കിയുള്ളൂ. മറിച്ച് ചില ആൾക്കാർ തങ്ങളുടെ സത്യസന്ധതയോട് തന്നെ ഉടമ്പടിയിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ വിശ്വാസം സത്യമാണെന്ന് കണ്ടാൽ ദൈവം അവരെ സഹായിക്കും. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജപ്തി നടപടിയായാലും അല്ലെങ്കിൽ മകൻ്റെ വിസ പുതുക്കി കിട്ടാത്ത വിഷയമായാലും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾ തോറ്റുപോയ വിസ ഇൻ്റർവ്യൂ തോറ്റുപോയ വിഷയമായാലും നിങ്ങൾ മനസ്സ് മടിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണിത്. എന്തെങ്കിലും ഒരു ഈടറവ് വന്നാൽ ഉടനെ മനസ്സ് മടുത്തിട്ട്, മനസ്സ് മടുക്കുമ്പോൾ എന്ത് പറ്റും? പ്രാർത്ഥന നിങ്ങളെ കുറക്കും. പിന്നെ എന്ത് ചെയ്യും? പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളെ കുറക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം കുറക്കും. അപ്പോൾ ഇത് ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയണതാണ്. എന്തെങ്കിലും ഒരു പരാജയം തട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയാം. പക്ഷേ നമ്മൾ തട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രേക്ഷിത പ്രവർത്തനം കുറക്കുകയോ, അത് ഈ ഒരു പ്രത്യേകിച്ച് പരാജയ കാലഘട്ടങ്ങളിലേ ഒരിക്കലും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കുറക്കരുത്. പരാജയ കാലഘട്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ദൈവത്തോടുള്ള ഉപവിപ്രവർത്തനങ്ങൾ കുറക്കരുത്. അങ്ങനെ കുറക്കാതെ വരുമ്പോൾ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ സത്യവിശ്വാസമായിട്ടെടുക്കും. കാര്യം അല്ലെങ്കിൽ നമുക്ക് വേറെ തിരിച്ചു പറയാനാണെങ്കിൽ, ഈ നിങ്ങളുടെ വിശ്വാസം സത്യവിശ്വാസമാണെന്നറിയണത് പരാജയ കാലഘട്ടങ്ങളാണ്, വിജയകാലഘട്ടങ്ങളല്ല. ഇനി നിർഭാഗ്യവശാൽ 50% മനുഷ്യരും പരാജയ കാലഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനം കാരണം വീണ്ടും പരാജയപ്പെട്ടു പോണത് കാണാം. അവിടെയാണ് ബുദ്ധി വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിന് നമുക്ക് സ്നേഹം മാത്രം പോരാ, ബുദ്ധി കൂടി വേണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിനെല്ലാം ഒരു ബുദ്ധി വേണം. അപ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈശോ പറഞ്ഞിട്ടുണ്ട്, ഗോപുരം പണിയാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ ഒക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെയാണ് ദൈവമായിട്ടുള്ള ഡീലും അങ്ങനെയാണ്. ആൾക്കാർ ദൈവമായിട്ടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് സാക്ഷ്യപ്പെട്ട ജീവിതം തുടങ്ങും. പക്ഷെ ഇവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഫോഷനായ മനുഷ്യനെന്നാണ് വിളിക്കണത്. ഉടമ്പടി തന്നെ എടുത്തിട്ട് നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അത് കാറ്റഗറൈസ് ചെയ്യണത് നിങ്ങളെ ഫോഷനായ മനുഷ്യനാണ്. അപ്പം നിങ്ങളെ പുതുക്കുമ്പോഴും ഈ നിങ്ങളുടെ ആ ഗ്രേഡ് എപ്പോഴും നോക്കണം. ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.